വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ സ്വന്തം മായവി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 3-4 വർഷത്തിനിടയ്ക്ക് എൻ്റെ മുഖത്തുണ്ടായ, അതായത് മുഖം, സ്കിൻ ഒക്കെ ഉണ്ടായ ഒരു മാറ്റം, അതിനെപ്പറ്റി പറയാനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ അത്രയ്ക്ക് പറയാം, എല്ലാവർക്കും ഓരോ വർഷം കഴിയുന്നതോറും ഭയങ്കര മാറ്റം ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ, നിനക്ക് മാത്രമേ എന്ത് മങ്ങത്തില്ലേ പ്രത്യേകിച്ചുള്ളതെന്ന്. അങ്ങനെയല്ല ഗൈസ്, എനിക്കൊരു പ്രത്യേകതരം മാറ്റം ഉണ്ടായിട്ടുണ്ട്, അത് പറയാനാണ്. ഓക്കെ, എൻ്റെ ആദ്യത്തെ ഫോട്ടോ ഞാൻ ഇതിലൊന്ന് കാണിക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. ഗൈസിന് മുറ്റത്താണ് കേട്ടോ ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു നാടുന്ന കമ്പിവേലിയുടെ മണ്ടയിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫേസ് എത്രത്തോളം ഡാമേജ്ഡ് ആയിട്ടുണ്ട്. എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഡാമേജ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ സ്കിന്ന്. ഞാനൊരു 4 വർഷം മുമ്പെന്ന് വെച്ചാൽ എനിക്ക് സ്കിൻ കെയർ എന്താണെന്നറിയില്ല. ഞാൻ മുഖത്താകപ്പാടെ പരത്തുന്ന ഒരു ഫെയർ ലവ്ലി മാത്രമൊക്കെ ഉണ്ടായിരുന്നു. അത് 90s കിഡാണ്. ഓക്കെ, അപ്പോൾ ഫെയർ ലവ്ലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വികാരമായിരുന്നു. കുഞ്ഞിലോട്ട് തേച്ച് വളർന്നതാണ്. അപ്പോൾ ഫെയർ ലവ്ലി ഇടയ്ക്ക് അലോവേരയൊക്കെ തേക്കുമായിരുന്നു, പക്ഷേ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിമ്പിൾസ് ഉണ്ടല്ലോ, പിമ്പിൾസ് വന്നിട്ട് ഇങ്ങനെ മുഖത്തിങ്ങനെ വന്ന് നിൽക്കും, പൊട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു ടെൻഡൻസിയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, എനിക്കൊരു ഭയങ്കര ടെൻഡൻസിയാണ്. പിമ്പിൾസ് വന്നതുകൊണ്ട് അത് കുത്തി പൊട്ടിച്ചിട്ട് അത് പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. അത് ആ സ്കിന്ന് ഫുള്ള് ഇളവി പോയി, എക്സ്ഫോളിയേറ്റ് ആയിട്ട് പോയി, അവിടെ ഒരു ഇങ്ങനെ പാട് പോലും തൊടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ, ആ ഒരവസ്ഥ വരെ ഇങ്ങനെ കുത്തി ചുരണ്ടിയിരിക്കുക. അല്ലെങ്കിൽ അത് ഒരെണ്ണമാണെങ്കിൽ പിന്നെ സഹിക്കാം. ഞാനാണെങ്കിൽ എൻ്റെ ഫേസ് ഫുള്ളുണ്ടായിരുന്നു ഈ സംഭവം. അതെല്ലാം ഇങ്ങനെ ചുരണ്ടി ഇരിക്കുക എന്നതായിരുന്നു എൻ്റെ മെയിൻ ഹോബി. അപ്പോൾ അതനുസരിച്ച് എൻ്റെ മുഖത്ത്, പക്ഷേ ഞാൻ മനസ്സിലാക്കാത്ത കാര്യം, അതനുസരിച്ച് മുഖത്ത് പാടും വരുന്നുണ്ട്. എൻ്റെ വിചാരം ഈ ക്രീമും സംഭവമൊക്കെ ഇട്ട് ഇതെല്ലാം അങ്ങ് പോവും, ഞാൻ പിന്നെയും സുന്ദരിയാവും, സ്കിന്നൊക്കെ നല്ലതാവും. അല്ലെങ്കിൽ ഈ പിമ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫാഷൻ അതാണെന്നും പറഞ്ഞിരിക്കുന്ന ഒരു മൈൻഡായിരുന്നു എനിക്ക്. ഓക്കെ, രണ്ടാമത് എൻ്റെ മുമ്പ് അറിയാവുന്നവർക്കും എൻ്റെ ഇതിൽ ഫോട്ടോ കാണുന്നവർക്കും മനസ്സിലാവും എൻ്റെ മുഖത്തുണ്ടായിരുന്നൊരു പ്രത്യേക മാറ്റം. എനിക്കിവിടെ ഒരു മോളുണ്ടായിരുന്നു, ഒരു വലിയ അരമ്പാറ പോലത്തെ ഒരു കറുപ്പ് സംഭവം, കണ്ടോ, അപ്പോൾ അടുപ്പോഴും ഉണ്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. കരിച്ച് കളയില്ലേ, അങ്ങനെയൊന്നുമല്ല, സർജിക്കലി റിമൂവ് ചെയ്തതാണ്. അപ്പം ഡോക്ടർ പ്ലാസ്റ്റിക് സർജറി എന്നൊക്കെ പറഞ്ഞാണ് ചെയ്തത്, പാടൊന്നും വരില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം എന്താ, കുഴി കുത്തി കണക്കൊരു പാട് ചെള്ളലുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്തു. അപ്പം അതും കൂടെ ചേർത്ത് മുഖത്ത് പിന്നീട് വന്നതെന്ന് വെച്ചാൽ ഒന്നാം തരുന്ന വെച്ചാൽ എന്താ, കല്ലും മണ്ണൊക്കെ മുഖത്ത് വാരി ഇട്ടാണൊക്കെയായിരുന്നു എൻ്റെ മുഖത്ത് അത്രയും പാട്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മുഖം നന്നായിട്ട് ഡ്രൈ ആയ സമയത്ത് എൻ്റെ ഒരു കസിനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് അപ്ലൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഗൈസ്, ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് തന്നെ. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കി, യൂട്യൂബിൽ ഏതാ നല്ലത്, ബ്രാൻഡ് ഏതാ, എങ്ങനെയാണ്, ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്ത സാധനങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, ഇതിനെ സ്കിൻ കെയർ എന്നാണ് പറയുന്നത്. അങ്ങനെ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങി, സെറംസ് യൂസ് ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് യൂസ് ചെയ്ത സെറം എന്ന് വെച്ചാൽ വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞത് പെട്ടെന്ന് ബ്രൈറ്റ് ആകുമ്പോൾ ഓൾറെഡി പാട് കുറയുമല്ലോ എന്നൊരു ചിന്തയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. പക്ഷേ വൈറ്റമിൻ സി ഓക്കെയാണ്, നല്ല സ്കിൻ ബ്രൈറ്റ് ആകും. പക്ഷേ യൂസ് ചെയ്ത ശേഷം എൻ്റെ കഴുത്ത് മുഖം രണ്ട് കളറായിപ്പോയി ആ ഒരു ടൈമിൽ. എന്നാലും വൈറ്റമിൻ സി ഓക്കെ ആയിരുന്നു. പക്ഷേ ആക്നി പ്രോൺ ആയിട്ടുള്ള സ്കിന്നിൽ വൈറ്റമിൻ സി അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെയും ആക്നീസ് വരത്തേ ഉള്ളൂ എന്നെനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ കുറച്ചൊക്കെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നയാസിനാമിഡ് നല്ലതാണ്, റെറ്റിനോൾ സെറം നല്ലതാണ്. റെറ്റിനോളിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല, കാരണം അതൊരു 30+ ഏജ് ആകുമ്പോൾ യൂസ് ചെയ്താൽ മതിയെന്നാണ് പൊതുവേ ഒരു സംസാരം. ഓക്കെ, ഞാൻ കൂടുതലും നയാസിനാമിഡിൻ്റെ ഫാനാണ്. ഓക്കെ, എനിക്ക് പാടൊക്കെ പോയി മുഖം നല്ല ടെക്സ്ചർ കുറയും, മുഖത്തുള്ള ഓപ്പൺ പോഴ്സ് ടെക്സ്ചർ ഇതെല്ലാം കുറേ ഏറ്റവും നല്ലത് നയാസിനാമിഡാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് മോൾ എക്സെഷനാണെന്ന് അവരെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ചെയ്ത് കളയണം, ഈ മോളെടുത്ത് കളയണം എന്നൊരാഗ്രഹം എനിക്ക് വന്നത്. ഭാവിയിൽ എൻ്റെ ജോലിക്ക് അതൊരു തടസ്സമായാലോ എന്നൊക്കെയുള്ള ആശങ്കകൾ കൊണ്ട് ഞാനത് എടുത്ത് മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ അതെടുത്ത് മാറ്റി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആക്ച്വലി. ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇതിനേക്കാളും വലിയൊരു പാട് ഇതാവുമോ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ വൃത്തികേടാവുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തതിന് ശേഷമാണ് മനസ്സിലായത് ഇത് മുകളിൽ നല്ല ഉണ്ണിയപ്പം പോലെ ഇരിക്കുകയായിരുന്നു, നല്ല മുകളിൽ റൗണ്ട് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തോട്ടിരിക്കുന്നത്, അതിന് ഇരട്ടി തന്നെ അകത്തോട്ടും ഉണ്ട്. അപ്പോൾ അവരെടുത്തതിന് ശേഷം എനിക്ക് കാണിച്ചു തന്നു ഇത്രയും വലിയ സംഭവമായിരുന്നു എന്ന്. അപ്പം മുഖത്തിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ദയവ് ചെയ്ത് എടുത്ത് കളയും. എന്നെപ്പോലെ ഇത്രയും മുതുക്കാവുന്നവരെ വെച്ചുകൊണ്ടിരിക്കരുത്.
ചുണ്ടിരുന്നാൽ പിന്നെ അത് എടുത്ത് കളയുന്നതോടും അത്രയും വലിയ ഡെപ്തിൽ അത് പോകും. എനിക്കിപ്പോൾ നല്ല ഡെപ്ത് ഉണ്ട്. അത് അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വലുതായതുകൊണ്ടാവാം ചിലപ്പോൾ എനിക്കത് വർക്കൗട്ട് ആവാഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആശങ്കകൾ വെച്ചിട്ടാണെങ്കിൽ ഞാൻ മോളിത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഫെയിലിയറായി. ഓക്കെ, എന്തായാലും സംഭവിച്ചു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഒരു ചോയ്സ് എന്ന് വെച്ചാൽ എങ്ങനെയും പാട് കുറയ്ക്കുക, ആ ഡെപ്ത് ഒന്ന് കുറയ്ക്കുക. അതിന് സ്റ്റിൽ ഞാൻ യൂസ് ചെയ്ത നയാസിനമൈഡ് തന്നെയാണ്. നയാസിനമൈഡിൻ്റെ സെറോണ് യൂസ് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് പ്ലമ്മും ഓർഡിനറിയും ഇഷ്ടം. രണ്ടും നല്ലതാണ്. വേറൊന്നും നല്ല എന്നല്ല, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാൻഡ് അത് രണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് ഡെപ്ത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്, നല്ല മാറ്റമുണ്ട്. നോക്കിയാൽ അറിയാൻ പറ്റും. മറ്റേത് കുഴിഞ്ഞിരിക്കുകയായിരുന്നു. ഉണ്ണിയപ്പത്തിൻ്റെ മറ്റേ പാത്രമില്ലേ, അതിൻ്റെ കൂട്ടിങ്ങനെ അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നു. അതൊരു വിധത്തിൽ മാറിക്കിട്ടി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു സെയിം ലെവലിലെത്തി. ഇനി ഈ പാടൊന്ന് കുറയണം. അപ്പം അതിന് ഞാൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ സ്കിന്നിൻ്റെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു ജേണിയിൽ കാണിക്കാം. ഇതിപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ സ്കിൻ കെയർ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ചെയ്തത്. അപ്പോൾ സ്ഥിരം ക്ലാസ്സിൽ ഞങ്ങൾക്ക് മേക്കപ്പ് കമ്പൽസറി ആയിരുന്നു. അപ്പോൾ ഏവിയേഷനാണ് പഠിച്ചത്. അപ്പോൾ അവിടെ മേക്കപ്പ് കമ്പൽസറി ആണ്, അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കിതാണെങ്കിൽ ബാൻഡേഡ് 1 മാസത്തോളം ഞാൻ ഇതിൽ ബാൻഡേഡും വെച്ച് തന്നെയാണ് ഞാൻ നടന്നത്. എനിക്ക് നല്ലപോലെ മേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക, എപ്പോഴും ചെറിയൊരു പാച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നു, ഇതെന്താ മുഖത്തിങ്ങനെ വെച്ചേക്കണേ? ഞാൻ മിണ്ടില്ല, എന്തിനാ വെറുതെ പറഞ്ഞു കൊടുക്കുന്ന, എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഈ മുഖം വെച്ച് ഇത് ഞാൻ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എഫക്റ്റോ ഒന്നുമില്ല, വെട്ടം ലൈറ്റ് സെറ്റിങ്സ് പോലും ഇല്ല. മുറ്റത്ത് നിന്ന് വെറുതെ ചെയ്യുന്നതാണ്. മുഖത്ത് വന്നിട്ടുള്ള മാറ്റം എന്ന് വെച്ചാൽ കറക്റ്റ് ഞാൻ സ്കിൻ കെയർ അത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. എന്താ പേളിമണി പറയുന്ന കണക്ക് മുഖത്ത് എന്തൊക്കെ തേക്കുന്നു അത് സ്കിൻ കെയർ ആണെന്ന് വിശ്വസിക്കുന്നു, അതെൻ്റെ സ്കിന്ന് കെയർ ചെയ്യുമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ എന്തോ സംഭവം എനിക്കത് വർക്കായി. എൻ്റെ മുഖത്ത് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒരു 4 വർഷത്തിനിടയ്ക്ക് വന്ന മാറ്റമാണ്. എനിക്കിപ്പം എത്രയ്ക്ക് വയ്യാണ്ടിരുന്നാൽ പോലും ഒരു ദിവസം പോലും ഞാൻ സ്കിൻ കെയർ ഇപ്പം മുടക്കത്തില്ല. അവിടെ എനിക്ക് പേടിയാണ്, പഴയ ഒരു ട്രോമാറ്റിക്കായി പോകുമോ എൻ്റെ മുഖം ഇനിയും എന്നോട് പേടിയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്കിൻ കെയർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാ ഞാൻ ഇതൊക്കെ വന്ന് ഇവിടെ വിളിച്ചു പോകുന്നതെന്ന്. അതിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവം അതെനിക്ക് പറയണമെന്ന് തോന്നി. സ്കിൻ കെയർ ഒക്കെ എന്തിനാണെന്ന് ചിന്തിക്കുന്ന എന്നെപ്പോലത്തെ ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ ഇടുമ്പോൾ രാത്രി സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, ഇതൊക്കെ എന്തിനാണ് വാരി തേക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ തേച്ചിട്ട് നാളെ നീ അങ്ങ് വെളുക്കുമോ? എന്നാൽ വെളുക്കാനോ അങ്ങനെയൊന്നും അല്ല, ഒരു സ്കിന്നിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ആവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നെ ട്രോളണം എന്നുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ വന്നാൽ ട്രോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എനിക്ക് ഉളുപ്പൊന്നും പണ്ട് തൊട്ടേ ഇല്ലാത്തൊരു സംഭവമാണ്. ഓക്കെ, ഞാൻ നല്ല 90s തല്ലുകൊള്ളിയാണ്. ഓക്കെ, ശരി, ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണേ. എൻ്റെ ഒരു ചെറിയ അനുഭവം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമ്പാക്റ്റ് എത്രയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്കൊരു ടാറ്റു ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ജേണി എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സ്റ്റോറി എങ്ങനെയാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഒക്കെ വരുന്നത്. ബൈ.